എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെട്ട ഒരു ഭീമൻ പേടകം. ദൈവം സൃഷ്ടിച്ച പ്രളയത്തിലൂടെ നാളുകളോളം അത് ഒഴുകി നീങ്ങി. ഒടുവിൽ തുർക്കിയിലെ അറാറത്ത് പർവ്വതനിരകളിലെ മുകളിൽ അത് ഉറച്ചു. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നടന്നതെന്ന് ലോകം വിശ്വസിക്കുന്ന നോഹയുടെ പേടകത്തിനെ കുറിച്ചാണ് ഈ പറയുന്നത്. യഥാർത്ഥത്തിൽ നോഹയും അങ്ങനെ ഒരു പേടകവും ഉണ്ടായിരുന്നു. ഗവേഷകർ ഒരുപാട് പൈസയൊക്കെ ചിലവിട്ട് തെളിവുകളോടെ അത് കണ്ടെത്തിയെന്നൊക്കെ പറയുന്നു. എന്താണ് അതിന് പിന്നിലെ സത്യം? ഇതിനെക്കുറിച്ച് ശാസ്ത്രത്തിന് പറയാനുള്ളത് എന്താണ്? അതിനുള്ള ഉത്തരം നൽകുകയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ. യഹോവയുടെ കൽപ്പന പ്രകാരം മഹാപ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ 600-ാം വയസ്സിൽ നോഹ തയ്യാറാക്കിയ കപ്പലാണ് നോഹയുടെ പേടകം. അസാന്മാർഗിക ജീവിതം കൊണ്ട് കുപിതനായ യഹോവ മഹാപ്രളയം സൃഷ്ടിച്ച് സകല ചരാചരങ്ങളെയും നശിപ്പിക്കാനായിട്ട് തീരുമാനിച്ചു. നീതിമാനായ നോഹയെയും കുടുംബത്തെയും സകല ചരാചരങ്ങളുടെയും ഓരോ ഇണയോടെ രക്ഷപ്പെടുത്താനും യഹോവ ആഗ്രഹിച്ചു. അതിനായി ഗോഫർ മരം കൊണ്ട് ഒരു കപ്പൽ നിർമ്മിക്കാൻ ആജ്ഞാപിച്ചു. നോഹയും കുടുംബവും ജീവജാലങ്ങളുടെ ഓരോ ജോഡിയും കപ്പലിൽ സുരക്ഷിതരായിരുന്നു. 7 ദിനം കഴിഞ്ഞ് പേമാരി തുടങ്ങി. പർവ്വത കൊടുമുടികൾ വരെ വെള്ളത്തിനടിയിലായി. നോഹയുടെ കപ്പലും അതിലെ ജീവജാലങ്ങളും ഒഴികെ എല്ലാം തന്നെ പാടെ നശിച്ചുപോയി. 150 ദിവസത്തിന് ശേഷം ക്രമേണ വെള്ളം കുറഞ്ഞു തുടങ്ങിയപ്പോൾ കപ്പൽ അരാരാത്ത് പർവ്വതത്തിൽ ഉറച്ചുപോയി. തുടർന്ന് നോഹ ഒരു പ്രാവിനെ വിട്ടു. അത് ഒരു ഒലിവിലയുമായി മടങ്ങിയെത്തി. നോഹ കപ്പലിൽ നിന്നിറങ്ങി സന്തോഷത്തോടെ യഹോവയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് യാഗം നടത്തി. യഹോവ സന്തുഷ്ടനാവുകയും ഇനി ഒരിക്കലും ഭൂമിയിൽ ഇത്തരമൊരു പ്രളയം സൃഷ്ടിക്കുകയില്ലെന്ന് ഉടമ്പടിയും ചെയ്തു. ബൈബിൾ പ്രകാരം 6 മുതൽ 9 വരെയുള്ള അധ്യായങ്ങളിലാണ് മഹാപ്രളയത്തെക്കുറിച്ച് പറയുന്നത്. ഭൂമിയിൽ പാപവും ദുഷ്ടതയും കൂടിയപ്പോഴാണ് ദൈവം ഭൂമിയെ നശിപ്പിക്കാനായിട്ട് തീരുമാനിച്ചത്. പക്ഷേ നീതിമാനായ നോഹയെയും കുടുംബത്തെയും നശിപ്പിക്കാൻ ആഗ്രഹിച്ചില്ല. അതിനാൽ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളുടെയും ഓരോ ജോഡിയെയും കയറ്റി കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ടുകൊള്ളാൻ നിർദ്ദേശവും നൽകി. ഏകദേശം 55 മുതൽ 75 വർഷം വരെ സമയമെടുത്താണ് ഗോഫർ മരം കൊണ്ട് നോഹ പേടകം നിർമ്മിച്ചത്. അതായത് നിരമ്പല്ലിയാണ് ആ മരം. 150 ദിവസം നീണ്ട പ്രളയകാലത്ത് പേടകം വെള്ളത്തിൽ പൊങ്ങി നടന്നു. ഏകദേശം BC 2348 സംഭവം നടക്കുന്നത്. പേടകം അന്വേഷിച്ചുള്ള യാത്രകൾ AD 275 മുതൽ 339 കാലത്ത് തന്നെ തുടങ്ങിയിരുന്നു. തുർക്കി സൈന്യത്തിൽ ക്യാപ്റ്റനായിരുന്ന ഭൂപട നിർമ്മാതാവ് കൂടിയായ ഇൽഹൻ കിഴക്കൻ തുർക്കിയിലെ ദുരുബിനാറിൽ ബോട്ടിന് സമാനമായ അവശിഷ്ടങ്ങൾ ഉണ്ടെന്ന് 1959 പ്രഖ്യാപിച്ചു. ആരാരത്ത് മലയുടെ 30 കിലോമീറ്റർ തെക്കായിട്ടാണ് ദുരുബിനാർ സ്ഥിതി ചെയ്യുന്നത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തുർക്കിയിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള ഒരു ഇവാഞ്ചലിക്കൻ ഗവേഷണ സംഘം നിർണായകമായൊരു കണ്ടെത്തലും ഇതിന് പിന്നാലെ നടത്തി. നോഹയുടെ പേടകത്തിന്റെ അവശിഷ്ടങ്ങൾ അവർ കണ്ടെത്തിയെന്നായിരുന്നു അത്. അറാറത്തിൽ 13,000 അടി ഉയരത്തിലായിരുന്നു പേടകത്തിനേതിന് സമാനമായ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. മരം കൊണ്ട് തയ്യാറാക്കിയ കപ്പലിന് സമാനമായ രൂപത്തിന്റെ അവശിഷ്ടങ്ങളാണ് അതെന്നായിരുന്നു ഗവേഷകരുടെ അവകാശവാദം. അത്യാധുനിക 3D സ്കാനും ഗ്രൗണ്ട് പെനിട്രേറ്റീവ് റഡാറും ERT സാങ്കേതിക വിദ്യയും ഉപയോഗിച്ചാണ് ഗവേഷകർ സ്ഥലം പരിശോധിച്ചത്. ഭൂമിക്കടിയിലുള്ള മനുഷ്യനിർമ്മിത ബോട്ടിന്റെ അവശിഷ്ടമെന്നാണ് ഗവേഷകരുടെ വാദം. ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്ന പേടകത്തിന്റെ അളവും അവശിഷ്ടങ്ങളുടെ അളവും തുല്യമാണെന്നാണ് ഗവേഷകർ വാദിക്കുന്നത്. 4800ഓളം വർഷങ്ങൾ പഴക്കമുള്ളതായാണ് ആ അവശിഷ്ടങ്ങൾ എന്നായിരുന്നു കണ്ടെത്തൽ. അങ്ങനെയാണ് അത് നോഹയുടെ പേടകം തന്നെയാണെന്ന് പര്യവേഷക സംഘം ഉറപ്പിച്ചത്. നോഹയുടെ പേടകത്തിന്റെ ഉയരം എന്താണെന്നൊക്കെ ഇതിൽ പറയുന്നുണ്ട്. നോഹയുടെ പേടകത്തിന് ഏകദേശം 300 ക്യൂബിറ്റ് നീളവും 50 ക്യൂബിറ്റ് വീതിയും 30 ക്യൂബിറ്റ് ഉയരവും ഉണ്ടായിരുന്നുവെന്നാണ് ഉൽപ്പത്തി പുസ്തകം പറയുന്നത്. ക്യൂബിറ്റ് എന്നാൽ കൈത്തണ്ട് എന്നാണ് ഹീബ്രു ഭാഷയിലെ അർത്ഥം. ഒരു ക്യൂബിറ്റ് എന്നാൽ ഏകദേശം 18 ഇഞ്ചാണ്, അതായത് ഏകദേശം 1/2 മീറ്റർ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഗവേഷകരുടെ ഈ അവകാശവാദങ്ങളെ ശാസ്ത്രജ്ഞർ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ തള്ളിക്കളയുകയാണ് ചെയ്തത്. ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ ചരിത്ര വിഭാഗം അധ്യാപകനായ നിക്കോളസ് പേഴ്സൽ അതിനുള്ള കാരണവും വ്യക്തമാക്കി. ആ വാദം ഇങ്ങനെയാണ്: നോഹയുടെ പേടകത്തെ തുർക്കിയിലെ ഏറ്റവും വലിയ പർവ്വതത്തിന് മുകളിൽ എത്തിക്കണമെങ്കിൽ യുറേഷ്യയെ 12,000 അടി മൂടുന്ന വിധത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നിരിക്കണം. എന്നാൽ ആ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നുവെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈജിപ്ഷ്യൻ മെസപ്പൊട്ടോമിയൻ സംസ്കാരങ്ങളെല്ലാം യാതൊരു പ്രശ്നവുമില്ലാതെ നിലനിന്നത് എന്നാണ് ചോദ്യം. മറ്റൊരു ചോദ്യം മുന്നോട്ട് വെച്ചത് ബ്രിട്ടീഷ് ആർക്കിയോളജിസ്റ്റായ മൈക്ക് പിറ്റ് ആണ്. ഇത്രയും ഭീമാകാരമായ വെള്ളപ്പൊക്കം 4800 വർഷം മുൻപ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അതിൻ്റെതായ ഭൂമിശാസ്ത്രപരമായ മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതാണ്. എന്നാൽ ഇന്നേ വരെ അത്തരമൊരു മാറ്റം എവിടെയും നിന്നും കണ്ടെത്താനായിട്ടില്ല. പഴയ പരിവേഷണം തകർന്ന ഇടത്തു നിന്നായിരുന്നു പുതിയ കാലിഫോർണിയൻ സംഘത്തിന്റെ ഗവേഷണം. പ്രളയത്തിൻ്റെതായ ലക്ഷണങ്ങൾ അറാറത്ത് മലനിരകളിൽ ഉണ്ടോ എന്നാണ് സംഘം പ്രധാനമായും അന്വേഷിച്ചത്. എന്നാൽ നിർണായകമായ കണ്ടെത്തൽ തങ്ങൾ നടത്തിയെന്നാണ് ഗവേഷകർ ഇപ്പോൾ പറയുന്നത്. ലോകമെമ്പാടുമുള്ള 100ഓളം ഗവേഷകരാണ് നോഹയുടെ പേടകം സംബന്ധിച്ച സിംപോസിൽ പങ്കെടുക്കാനായി അറാറത്തിലെത്തിയത്. പേടകം എവിടെയാണ് ഉറച്ചിരിക്കുന്നതെന്ന് കണ്ടെത്തുക മാത്രമല്ല ഇവരുടെ ലക്ഷ്യം. പ്രളയത്തെ തുടർന്ന് പർവ്വതത്തിൽ ഭൂമിശാസ്ത്രപരമായ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുകൂടിയാണ്. ജിയോ സയൻസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഗവേഷണ ചുമതല. ദൈവം സൃഷ്ടിച്ചതെന്ന് കരുതുന്ന വെള്ളപ്പൊക്കം പ്രകൃതിയിലുണ്ടാക്കിയ മാറ്റങ്ങൾ കണ്ടെത്തുക എന്നതാണ് ഗവേഷണത്തിന്റെ പ്രധാന ലക്ഷ്യമെന്നും ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊഫസർ റോൾ എസ്പാരന്റെ പറയുന്നു. എന്തായാലും സംഭവത്തിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ശാസ്ത്രം പറയുന്നതാണോ അതോ ഗവേഷകർ
പറയുന്നതാണോ യാഥാർത്ഥ്യം? നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമന്റ് ബോക്സിൽ ഇടൂ. കൂടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.